ശരിക്കും നിങ്ങൾക്ക് വൈദികർക്ക് ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യണതിന് എന്തെങ്കിലും ലിമിറ്റ്സോ അല്ലെങ്കിൽ അത് സഭയിൽ നിന്ന് അനുവദനീയമാണോ ഈ ഒരു കാര്യം? നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. ആ സമയത്ത് എന്നോട് ഏറ്റവും കൂടുതൽ പാടാൻ പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട്. അത് ഈ കോടാനുകൂടി പാവം മറന്നെ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അച്ഛാ, നമുക്കിപ്പം ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതൽ ആക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഫോളോ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മളിപ്പം അച്ഛന്മാർ ഡാൻസ് കളിക്കുന്നതായിട്ടും ഒക്കെ കുറേ വൈറലാവുന്ന കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ശരിക്കും നിങ്ങൾക്ക് വൈദികർക്ക് ഈ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യണതിന് എന്തെങ്കിലും ലിമിറ്റ്സോ അല്ലെങ്കിൽ അത് സഭയിൽ നിന്ന് അനുവദനീയമാണോ ഈ ഒരു കാര്യം? അങ്ങനെ ഒരു അനുവദിക്കാതിരിക്കുന്ന ഒരു സംഭവം ആയിട്ട് തോന്നറില്ല. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇപ്പോൾ യുവജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലണമെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെ പറ്റാൻ ചാൻസ് ഇല്ല. ഇപ്പം ഞാൻ വേണമെങ്കിൽ പറയും, ഇപ്പോൾ ഈശോ വന്നിരുന്നുണ്ടെങ്കിൽ ഈശോയും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമായിരിക്കും ഈ സോഷ്യൽ മീഡിയ. അപ്പോൾ ഈശോ ഉപമകളിലൂടെയൊക്കെയുള്ള സംസാരിച്ച് എന്ന പോലെ ഇതും ഉപയോഗിക്കുമായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കർത്താവ് ഒരു കൃപ തന്നിട്ടുണ്ട്, പാട്ട് പാടാനുള്ള ഒരു കൃപ. അപ്പോൾ അത് ഞാനത് എൻ്റെ പരമാവധി ഞാനത് ഉപയോഗിച്ച് ജനങ്ങളെ നേടിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേന് നമുക്ക് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓൾറെഡി അത് അനുവദനീയമാണ്. അപ്പോൾ നമുക്ക് ഈ അങ്ങനെ അനുവദനീയമാണ്, പക്ഷെ അത് മാന്യമായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു കടമയും കൂടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു, അതായത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് അതിനെ ആരെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ, ഒരു ലൈഫിനെ സ്വാധീനിക്കാൻ ഇതുവരെ അങ്ങനെ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് പറയാം. ഒരു ദിവസം എനിക്ക് വൈകിട്ടൊരു കോള് വന്നു. ഇൻസ്റ്റഗ്രാമിലാണ് കോള് വരുന്നത്. അപ്പം ഞാനിത് സാധാരണ ഞാൻ അങ്ങനെ എടുക്കാറില്ലെങ്കിലും എനിക്കന്ന് എടുക്കാൻ തോന്നി, ഞാൻ എടുത്തു. അപ്പോൾ ഒരു സഹോദരനാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫ് അദ്ദേഹം അങ്ങനെ അവസാനിപ്പിക്കാനുള്ളൊരു രീതിയിലിരിക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് അറിയാതെ എൻ്റെ ഒരു റീല് പാട്ട് കേൾക്കാനിടയായി. അപ്പോൾ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എനിക്കപ്പോൾ പറയാൻ തോന്നുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. പക്ഷെ എന്തായാലും ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തെ എനിക്ക് കുറച്ചൊക്കെ സഹായിക്കാനായിട്ട് പറ്റി. ഇപ്പോൾ എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ എന്നെ വിളിക്കും. അപ്പോൾ എനിക്കത് വലിയൊരു സന്തോഷമായി. കാരണം ചിലപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം ലോകത്തിൽ നിന്ന് തന്നെ പോയേനെ. അതെ. അപ്പോൾ ഞാൻ ദൈവത്തിന് വളരെ എനിക്ക് അത്ര നാളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ സോഷ്യൽ മീഡിയ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെറുതെ എൻ്റെ ഇതിന് വേണ്ടി ചെയ്യണതാണോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഇതോടുകൂടി എനിക്ക് ഉറപ്പായി എൻ്റെ ഒരു രീതിയിൽ മറ്റുള്ള ജീവിതങ്ങളെ നമുക്ക് ഉപകാരത്തിലോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്, കുറച്ചൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റയിൽ നമുക്കിപ്പം ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള പാട്ടുകളിൽ ഏതാണ് അച്ഛൻ പാടിയതിൽ? എന്നെ കുറച്ചൊക്കെ ആൾക്കാർ അറിയാനും അവര് എന്നെ കാണുമ്പോൾ പറയണതും നിൻഗേഹത്തിൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. നിൻഗേഹത്തിൽ വാഴുന്നതിനോ കുർബാന മധ്യേ പാടുന്ന സങ്കീർത്തനമാണത്. അപ്പൊ അത് സങ്കീർത്തനം 15-ാം സങ്കീർത്തനമാണ്. 5 വാചകങ്ങളാണ് ആ സങ്കീർത്തനത്തിനുള്ളൂ. 15-ാം സങ്കീർത്തനം അത് വളരെ ഹൃദയസ്പർശിയായ ഒരു പാട്ടാണ്. പിന്നെ ആ ഒരു പാട്ടൊന്ന് ഇപ്പോ പാടിയാലോ? നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളൂ എൻ കർത്താവേ ആരീ ഭൂവിൽ. വ്യാപാരത്തിൽ നിഷ്കന്മഷനും ന്യായം മാത്രം നോക്കുന്നവനും സത്യം തന്നെ പറയുന്നവനും വഞ്ചന നാവിൽ തീണ്ടാത്തവനും നിസ്സാരതരം തിന്മകൾ പോലും സ്നേഹിതനെതിരായി ചെയ്യാത്തവനും
അയൽവാസികളെ ദ്രോഹിപ്പതിനാ കൈക്കൂലീനം വാങ്ങാത്തവനും നിൻഗേഹത്തിൽ വാഴുന്നതിനോ പാവനമാം നിൻ മാമലയിങ്കൽ പാർക്കുന്നതിനോ യോഗ്യതയുള്ളോർ എൻ കർത്താവേ ആരീ ഭൂവിൽ. എന്തായാലും നല്ല അസലായിട്ട് പാടി അച്ഛൻ. അച്ഛാ, ഇപ്പോൾ ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം ഏകദേശം എത്ര നാളായി? ജനുവരി 1 ആയിരുന്നു എൻ്റെ ഓർഡിനേഷൻ. ഈ വർഷം ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞു. ജൂലൈ 7-ാം മാസത്തിലേക്ക് കടന്നു. ഓക്കെ. അപ്പം ഇപ്പം എവിടെയാണ് പ്രവർത്തന മേഖല? എവിടെയാണ്? ഞാനിപ്പോൾ ആയിരിക്കുന്നത് പുത്തഞ്ചിറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. നമ്മുടെ മറിയം ത്രേസ്യാമ്മയുടെ ഒക്കെ ഖബറിടത്തിൻ്റെ ഒക്കെ അടുത്താണ്. അവിടെ ഞങ്ങൾക്ക് ഒരു ആശ്രമ ദേവാലയമുണ്ട്, പിന്നെ ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ 4 അച്ഛന്മാരാണ്. അങ്ങനെയാണ്. അപ്പോൾ പ്രവർത്തനം ഏതാണ്? പ്രവർത്തനത്തിൻ്റെ മെയിനായിട്ടുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വൊക്കേഷൻ്റെ ചാർജാണ് എനിക്ക്. അപ്പോൾ പുതിയതായിട്ട് സഭയിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ സ്വീകരിക്കുക, അങ്ങനെയുള്ളവരൊന്ന് കണ്ടെത്തി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം അതൊക്കെ കൊടുക്കുക. അതാണ് മെയിനായിട്ട്. യുവജനങ്ങളെ ആയിരിക്കും അപ്പോൾ കൂടുതൽ നമ്മൾ നോക്കുന്നത്? യുവജനങ്ങളാണ് കൂടുതലായിട്ടുള്ളൊരു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ വൊക്കേഷൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ വൊക്കേഷൻ്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ വൊക്കേഷൻ കുറേയൊക്കെ നമുക്ക് വരും. പിന്നെ അതുപോലെ യൂത്തിൻ്റെ റിട്രീറ്റുകൾ, പിന്നെ അവരുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊക്കെ ഞാൻ പോവും. അപ്പം അതിലൂടെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്നവർ വരും. അങ്ങനെയാണ്. ഒരു ധ്യാനം ആണ് കൂടുതൽ. ധ്യാനത്തിൻ്റെ ആ ഒരു ലൈഫിലോട്ട് കയറിയിട്ട് ഇപ്പം ഇങ്ങനെയുണ്ട്. അപ്പം അതായത് എൻ്റെ ബേസ് എന്ന് പറയുന്നത് വചനമാണ്. വചനമാണ് അടിത്തറ. വചനം വായിച്ചുകൊണ്ടാണ് എനിക്കൊരു മാറ്റം വന്നും അങ്ങനെയൊക്കെ ഞാൻ ഒരു മാറ്റത്തിലേക്ക് വരാൻ കാരണം. അപ്പം എൻ്റെ ഒരു ആഗ്രഹം മറ്റുള്ളവരിലേക്ക് ഈ വചനം കൊടുക്കുക, അവർ ഈശോനെ അവരറിയട്ടെ. അങ്ങനെ ഒരു രീതിയാണ് എൻ്റെ. സോഷ്യൽ മീഡിയാസ് അങ്ങനെ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുന്നുണ്ട്. എൻ്റെ ആഗ്രഹം അതാണ്. അപ്പം ഞാൻ കാണുന്നവരോടായാലും സംസാരിക്കുന്നവരോടൊക്കെ ആയാലും വചനത്തെ പറ്റിയാണ് ഞാൻ കൂടുതലായിട്ട് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പം ഇതിന് അങ്ങനെ ഒന്ന് വരുമ്പോഴത്തേനും കുറച്ച് ഏതെങ്കിലും പാട്ടുകളൊക്കെ കുറച്ച് ഫേവറേറ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ, വചനാധിഷ്ഠിതമായിട്ടുള്ള പാട്ടുകളുണ്ടാവും. അങ്ങനെ ഒരു ഫേവറേറ്റ് സോങ് ഏതാണ് വരുന്നത്? ഞാൻ പാടുന്ന എല്ലാ പാട്ടുകളും ബേസ് വചനമായിരിക്കും. പിന്നെ ഇപ്പൊ ഒരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേശിയ പ്രവാചകന്റെ പുസ്തകം 43-1 വാക്യം അത് ഇപ്രകാരം പറഞ്ഞ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അത് വളരെ ഫേമസ് ആയ ഒരു പാട്ടാണ്. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളെ തെരഞ്ഞെടുത്തതാണെന്നുള്ളൊരു ഇതും അതുപോലെ തന്നെ നമ്മളോട് ഭയപ്പെടണം, നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള, എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു. എനിക്ക് തോന്നുന്നു യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൂട്ടുകാരൻ എന്നുള്ള രീതിയിലായിരിക്കും യേശുവിനെ സമീപിക്കുന്നതൊക്കെ. എന്തും പറയാം, എന്തും സംസാരിക്കാം എന്നുള്ളൊരു കാര്യങ്ങള്. അപ്പൊ ആ ഒരു പാട്ട് അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആലപിക്കാം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളെ, ഞാൻ നിന്റെ
ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. എനിക്ക് തോന്നുന്നു വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കേൾക്കുന്ന വ്യക്തിയുടെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ മാറാറുണ്ട്. അതൊരു പ്രതിസന്ധിയാണെങ്കിൽ അങ്ങനെ, ചിലപ്പോൾ ഒരു കൂട്ടില്ലാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നമ്മളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളില്ലാത്തപ്പോൾ കേൾക്കുന്ന വചനം, അങ്ങനെ നമ്മളുടെ എന്താണ് സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പലർക്കും ആ ഒരു വചനത്തിൻ്റെ അർത്ഥം വ്യത്യാസം വരാറുണ്ട് അല്ലേ? അത് ശരിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ തന്നെ പറഞ്ഞിട്ടില്ലോ, യോഹന്നാൻ 6:63 ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഈ വചനം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്കങ്ങനെ തോന്നുന്നതും അങ്ങനെ തന്നെയാണ്. അതെ. അച്ഛാ, ഇത്രയും നേരം അച്ഛന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അച്ഛനെ സ്പർശിച്ചിട്ടുള്ള പാട്ടുകളാണ് കൂടുതൽ ഇപ്പോൾ പാടിയത്. ഇനി ഞാനൊരു പാട്ടും കൂടെ സജസ്റ്റ് ചെയ്യട്ടെ, അതെനിക്കൊന്ന് പാടിത്തരാമോ? തീർച്ചയായും. നമ്മുടെ കരഞ്ഞാൽ കണ്ണീരൊപ്പുന്ന ആ ഒരു കാര്യം, അതെനിക്ക് വേണ്ടിയിട്ട് തീർച്ചയായും വേണം. അത് എൻ്റെ ഒരു സുഹൃത്താണ്, അത് എൻ്റെ മ്യൂസിക് ചെയ്തതാണ്, ജോജി ജോൺസ് എന്ന് പറയും. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പുള്ളി. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്ന് ഇതാണ്, ഭയങ്കര ഇഷ്ടം എനിക്ക് പാട്ട്. ഇതൊരു വചനമാണ്. ഇത് സങ്കീർത്തനം 56:8. നിൻ്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുമുണ്ട്. ആ ഒരു വചനമാണ് ഇത്. ഈ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ ആ വചനമായിട്ട് കണക്ട് ചെയ്യാൻ. നമ്മെ ശരിക്കും അറിയുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ. അലച്ചിലുകൾ തന്നെ ഉണ്ടല്ലോ, കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അത് നമുക്കൊന്ന് എനിക്കായിട്ട് കേൾക്കാം. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ, എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. എൻ മുഖം വാടുമ്പോ എൻ മനം നീറുമ്പോ എൻ്റെ ചാരത്തു ചേരുന്നു സ്വാന്ത്വനമാ. കരഞ്ഞാൽ കണ്ണീരൊപ്പും സ്നേഹമല്ലേ, എൻ്റെ നാഥനല്ലേ ഈശോ. തളർന്നാൽ താങ്ങി എന്നെ ഓമനിക്കും സ്നേഹനാഥനല്ലേ ഈശോ. അസലായിട്ടുണ്ട്. എനിക്ക് വേണ്ടി പാടിയതുകൊണ്ടാന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ഫീല്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് കേൾക്കുമ്പോൾ കൂടുതലും എൻ്റെ യേശുവിൻ്റെ ചങ്കാണ്, ചങ്ക് ബ്രോയാണെന്നൊക്കെ പറയുന്ന ഒരു പ്രതീതിയാണ് എനിക്ക്. അതെ, എവിടെ നമ്മളൊന്ന് പതറിപ്പോകുന്ന നിമിഷങ്ങളിലാണെങ്കിലും നിന്നെ താങ്ങാൻ ഞാനുണ്ട്, എന്നോട് നിനക്ക് എന്ത് വേണേലും പറയാം എന്നുള്ളൊരു തോട്ട്, ആ ഒരു രീതിയിലാണ് എനിക്ക് ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത്.